അസ്സലാമലൈക്കും. ഞാൻ ഫെമിന. റമദാൻ കരീം. നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ഡെസേർട്ട് റെസിപ്പിയാണ്. അതിൻ്റെ പേര് കോക്ടെയിൽ ഡെസേർട്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കസ്റ്റർഡ് പൗഡർ, ബ്രെഡ്, മേരിഗോൾഡ് ബിസ്ക്കറ്റ്, അബിവിയ മിൽക്ക് മെയ്ഡ്, ക്രീം, ആൽമണ്ട് ക്രഷ്, മിൽക്ക്, അൺസോൾട്ടഡ് ബട്ടർ, ന്യൂട്ടെല്ല, പഞ്ചസാര. ആദ്യം 1.5 കപ്പ് മിൽക്ക് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കസ്റ്റേർഡ് പൗഡർ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കസ്റ്റേർഡ് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം. ഡെസേർട്ടിന് ഒരു ബേസ് വേണം. ബേസ് ചെയ്യാനായിട്ട് മേരിഗോൾഡ് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് അൺസോൾട്ടഡ് ബട്ടർ 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കേണ്ടത് ബിസ്ക്കറ്റിൻ്റെയും ബട്ടറിൻ്റെ ഒരു ലെയറാണ്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് ചോക്ലേറ്റ് മെൽറ്റാക്കി ഒഴിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലൊഴിക്കാം. ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ലെയറാക്കിയിട്ട് ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിൽ കൊടുക്കാം. അടുത്തതായിട്ട് അബീവിയുടെ ക്രീമും മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാ സൈഡിലേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ കസ്റ്റേർഡ് ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ആൽമണ്ട് പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഈ ചെയ്തിട്ടുള്ള ഈ സെയിം ലെയറുകൾ തന്നെയാണ് മുകളിലേക്ക് ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ഈ ലെയർ ഒന്ന് ഫുള്ളായിട്ട് ഫില്ലായി വരുള്ളൂ. അപ്പോൾ എല്ലാ ലെയറും സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ആൽമണ്ട് ക്രഷ് ചെയ്തതും പിസ്തയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ കോക്ടെയിൽ ഡെസേർട്ട് ഇവിടെ റെഡിയാണ്. ഇത് ഫ്രിഡ്ജിൽ 4 മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം സെറ്റാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റമദാന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അസ്സലാമു അലൈക്കും. റമദാൻ കരീം.